ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ RJ അയ്യർ. ഞാൻ RJ ലക്ഷ്മി. അപ്പൊ ചേട്ടാ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് കടത്തെ കുറിച്ചായിരുന്നല്ലോ. അപ്പൊ കടം വരുന്ന വഴികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് അതില് ഒരുപാട് കമന്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പല ആൾക്കാർക്കും കടം വന്ന രീതികളെ കുറിച്ച് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് എങ്ങനെ കടത്തിൽ നിന്ന് മോചിതരാവാം, അല്ലെങ്കിൽ കടം എങ്ങനെ വരാതെ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ കടത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു കടം വന്ന് സംഭവിച്ചു പോയാൽ പിന്നെ അതിൻ്റെ ആ നൂലാമാലകളിൽ നിന്ന് പുറത്തു വരിക കുറച്ച് പ്രയാസകരമാണെന്ന് ഏവർക്കും അറിയാം. അപ്പോൾ കടം ഉണ്ടാകുന്ന രീതികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞാൽ വ്യക്തമായിട്ട് തന്നെ ഒരു ധാരണ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണുകയായിരിക്കും കൂടുതൽ ഗുണകരമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കടത്തിനെ നമുക്ക് രോഗമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യാൻ പറ്റും. രോഗത്തിന് മഹാരോഗങ്ങൾ വരുമ്പോൾ അതിന് 4 സ്റ്റേജുകളുണ്ട്. അത് 1ാമത്തെ സ്റ്റേജ്, 2ാമത്തെ സ്റ്റേജ്, 3ാമത്തെ സ്റ്റേജ്, 4ാമത്തെ സ്റ്റേജ്. അതിൽ 1-2 സ്റ്റേജുകളിലൊക്കെ, 1ാമത്തെ സ്റ്റേജിലൊക്കെ മിക്ക രോഗങ്ങളും നമുക്ക് ചികിത്സയോടുകൂടി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. 2ാമത്തത് ഇച്ചിരി പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. 3ാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് റിസ്ക് വളരെ കൂടുതലാണ്. അതിന് ചിലപ്പം അതിൽ കൂടുതലാവും. 4ാമത്തെ സ്റ്റേജിലെത്തിയ മിക്കവാറും ഒക്കെ പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വളരെയധികം പ്രയാസമാണ്. അതുപോലെയാണ് കടത്തിൻ്റെ അവസ്ഥയും. കടം വന്ന് കൂടിക്കഴിയുമ്പം ആദ്യത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ഒരു വ്യക്തിക്ക് കുറേയധികം കടം, അയാൾക്ക് ലോണുകളോ മറ്റോ അങ്ങനെയൊക്കെ ആവട്ടെ, എങ്ങനെ ആവട്ടെ, കുറച്ച് കടങ്ങൾ വന്നു കൂടി അയാളത് നന്നായിട്ട് അടച്ച് മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കടത്തിൻ്റെ സാധാരണ ഒരു രീതിയാണ്. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ അയാൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടും. ഇനി അതിൻ്റെ 2ാമത്തെ സ്റ്റേജ് വരികയാണ്. കടം ഇങ്ങനെ നിൽക്കുന്ന അയാൾ അടച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഇടക്കാലത്ത് കല്യാണമോ മറ്റേ എന്തെങ്കിലും വീട്ടിൻ്റെ ആവശ്യങ്ങളോ ഒക്കെ വന്നപ്പം ഈ EMI അടച്ചുകൊണ്ടിരിക്കുന്ന തുക ഇയാൾ വകമാറ്റി ചിലവാക്കുകയാണ്. വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നു. അപ്പോൾ ബാങ്കിലാണോ എവിടെയാണ് നമ്മൾക്ക് അടച്ചു തീർക്കേണ്ടത് അവിടെ EMI പെൻഡിങ് ആവുന്നു. അപ്പോൾ അവിടെ ഒരു വാണിംഗ് വരികയാണ്. ഇയാളുടെ കടം അവിടെ ഒരു രോഗമായി, അതായത് ചികിത്സിച്ചാൽ ഭേദപ്പെടാത്ത തരത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ അറിയുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് 3ാമത്തെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയുമോ? പല എടുത്തുനിന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നു തുടങ്ങും. നീ എന്താ പണം തരാത്തത്? അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് പേപ്പർ വന്നു തുടങ്ങും. ഇത് കാണാൻ പെട്ടെന്ന് അടയ്ക്കണമെന്നുള്ള. ഇയാളങ്ങോട്ട് മറിക്കാൻ തുടങ്ങും. അവിടുന്ന് ഇവിടുന്ന് മറിച്ച് ഇവിടെ ചോദിക്കും, ഇവിടെ കൊടുക്കും, ഇവിടെ നിന്ന് മറിച്ച് അപ്പുറത്ത് കൊടുക്കും. ഇങ്ങനെ ഇയാൾ റോളിങ് തുടങ്ങും. അപ്പോൾ രോഗം ഗുരുതരമായി കിടക്കുകയാണ്. വേണമെങ്കിൽ ഇവിടെ വെച്ച് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. എങ്കിൽ ഈ റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റോള് ചെയ്ത് ഇനി ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. സ്റ്റക്കാവുന്ന സ്റ്റേജ്, അതാണ് 4ാമത്തെ സ്റ്റേജ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ വയ്യ. കാര്യം ചുറ്റുപാടുകളിൽ കടം വന്ന് മുങ്ങിപ്പോയി. ഇയാൾ ഒന്ന് ഇവിടുന്ന് പലായനം ചെയ്യണം, അല്ലെങ്കിൽ അങ്ങേർക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ അവലംബിക്കണം. കാര്യം അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. ചിലപ്പോൾ കടപ്പാടം വരെ നഷ്ടപ്പെട്ട് വെളിയിൽ ഇറങ്ങേണ്ടി വരും. അങ്ങനെ ആ കടം എന്ന് പറയുന്ന മഹാവ്യാധി ഇയാളെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കടത്തിൻ്റെ ഒരു പോക്ക്. പക്ഷെ നമ്മുടെ നാട്ടിലെടുത്ത് നോക്കുമ്പം ഇതിനെക്കുറിച്ചൊന്നും വലിയൊരു ധാരണയില്ലാത്ത മട്ടിലാണ്. ചില സ്റ്റഡീസൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ പോലും കടത്തിൻ്റെ തോത് വളരെ കൂടുകയാണെന്നാണ്. അതായത് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ കടമെന്നൊന്നും വിചാരിക്കാത്ത വീടുകളിൽ പോലും ഒരു സ്വർണ്ണാഭരണം ഇരിക്കണമെങ്കിൽ അതുകൊണ്ട് പണയം വയ്ക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്ത് പണയം വയ്ക്കും. ഇങ്ങനെ അവരുടെ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു കട അവർ സൃഷ്ടിക്കുന്നുണ്ട്. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കാര്യം മേടിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പണം കരുതി വെച്ച് എന്തെങ്കിലും മേടിക്കുന്ന ശീലമില്ല. അതായത് എനിക്ക് അടുത്ത വർഷം ഒരു കാര്യം മേടിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ചിട്ടി കെട്ടുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുക്കയിലിടുക, എന്നിട്ട് അടുത്ത വർഷം അത് മേടിക്കണമെന്നല്ല. ഞാൻ പെട്ടെന്ന് മേടിക്കുന്നു, അതിൻ്റെ EMI അടച്ചു കൊടുക്കുന്നു ഈ മാസം. അത് കടമാണ്. EMI ആകുമ്പോൾ ഇപ്പോൾ ഇപ്പം ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് എല്ലാം വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തരാനുണ്ട്. കാര്യം EMI അടച്ചാൽ മതി എന്നാണ് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് നമ്പർ കൊടുത്താൽ ഉടനെ തന്നെ നമുക്കെല്ലാം തരികയാണ്. പിന്നെ ഇതുപോലെ ഉണ്ട്, ഈ പേഴ്സണൽ ലോൺ തരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ നിരന്തരം വിളിക്കും. ആപ്പുകൾ, എന്തുമാത്രം ആപ്പുകളെന്നറിയുമോ ഈ നമുക്ക് ലോൺ ആപ്പുകൾ? തട്ടിപ്പ് ആപ്പുകളാണ്. എങ്കിലും ഇവയെല്ലാം കൂടെ ചേർന്ന്
മനുഷ്യരെ ഒരു വലിയ കടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കടമില്ലാത്ത മനുഷ്യരുടെ എണ്ണം കുറവ് എന്നുള്ള തലത്തിൽ ചെറിയ കടമൊക്കെ ഉള്ളത് ഒരു വലിയ കാര്യമല്ലേ എന്നുള്ള മട്ടിൽ ചിലർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കടമില്ലാതെയൊക്കെ മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വ്യക്തികൾ മനസ്സിലാക്കേണ്ടത്, കടം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നല്ല കടമാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് മുതൽ കൂട്ടാവുന്ന തരത്തിൽ നമ്മളൊരു ബിസിനസ്സോ മറ്റോ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടം ഉണ്ടാക്കുന്നത്, അത് നല്ല കടമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഗുഡാണ്, ആ ഡെറ്റ് ഗുഡാണ്. പക്ഷേ നമ്മളൊരു വീട് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബൈക്ക് മേടിക്കാൻ, ഒരു മൊബൈൽ മേടിക്കാൻ, ഇതെല്ലാം മോശപ്പെട്ട കടമാണ്. ഇതൊക്കെ നമ്മൾ കടമില്ലാതെ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം മുതലേ പ്ലാനിങ്ങോട് കൂടി നമ്മൾ കടമില്ലാതെ ചെയ്തെടുക്കേണ്ടത്. ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്നാലും ഒരു മുഖപുരിയായിട്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് ആ എപ്പിസോഡിൻ്റെ എല്ലാവരും ഒന്നും ഇത് കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും പോയി അത് കാണില്ല. എങ്ങനെ കടം വീട്ടിയെടുക്കാം എന്നുള്ള ചിന്തയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ കടം വന്ന് നമുക്ക് ഇതിൽ ഏത് സ്റ്റേജിലുള്ള കടം, ഞാൻ നേരത്തെ പറഞ്ഞ 4 സ്റ്റേജിലുള്ള കടം, അതിൽ 2ഉം 3ഉം സ്റ്റേജുകളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ രക്ഷപ്പെട്ട് വരാൻ കുറച്ചുകൂടി ഈസിയാണ്. കാര്യം നമുക്ക് ആ ഒരു കടന്നു കഴിയുമ്പോൾ 3ആം സ്റ്റേജിലെത്തിയാൽ ഭയങ്കര പ്രയാസമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിറ്റ് പറക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. 4ാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ നല്ലതുപോലെ മുറുകും. ആ മുറുകത്തിലാണ് എല്ലാവരും പെട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ, കടം വന്ന് പെട്ടുപോകുന്നു എന്ന് പറയുന്നത് ഒരു അനുഭവം ഇതാണ്. അതായത് എല്ലാ ഭാഗത്തുനിന്നും മുറുക്കം. അപ്പോൾ ചേട്ടാ, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മുടെ വാർത്തകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഈ കടം വന്ന് കൂടിയിട്ട് കുടുംബത്തോട് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ചില ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെയൊക്കെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യും, ഇനി വേറൊരു മാർഗ്ഗവും ഇല്ല, ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഉണ്ട്. ഇത്തരം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് ഈ രീതിയിൽ ചെയ്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കടം വരുന്നത് അവരറിയുന്നില്ലേ? അല്ലെങ്കിൽ ഇത്രയും ഈ പറഞ്ഞ 4 സ്റ്റേജുകളും കഴിഞ്ഞിട്ട് ആയിരിക്കുമല്ലോ ഈ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കടം വന്ന് കൂടി ഇനി രക്ഷയില്ലാത്ത ഘട്ടം വരുമ്പോൾ മനുഷ്യർ എടുക്കുന്ന തീരുമാനമാണ്. കാര്യം അപമാനങ്ങൾ ഒരുപാട് പേര് ഉണ്ടായി വരും. അപ്പോൾ ഇത് പിടിച്ചേക്കുക, എവിടെയും താൻ അപമാനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തനിക്ക് ഇത്രയും നാളുള്ള സമൂഹത്തിലുണ്ടായിരുന്ന വാല്യൂ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഘട്ടം എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഭീഷണിപ്പെടുത്തുന്നു, പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ നിൽക്കക്കള്ളിയില്ലാതെ ചെയ്യാൻ തുടങ്ങുന്ന ഒന്നാണ് ആത്മഹത്യ. പക്ഷേ അത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഏതൊരു ഘട്ടത്തിലും അത് പിടിച്ചു നിന്ന് തന്നെ നമ്മൾ അതിനെ കവർ ചെയ്യണം. ആദ്യമേ ഇത് പറയേണ്ട കാര്യം, ഈ ചോദ്യം നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർഗത്തിലൂടെ പോകുമ്പം ഈ വ്യക്തി നമുക്കുണ്ടാകുന്ന കടങ്ങളെല്ലാം തന്നെ മറ്റൊരു വ്യക്തിയുടെ പണമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ നിന്ന് കടം മേടിച്ചതായിരിക്കാം, ബാങ്കിൽ നിന്ന് എടുത്താൽ, എങ്ങനെ ആവട്ടെ, ഇതൊരു മറ്റൊരു വ്യക്തിയുടെ പണമാണ്. ബാങ്കിൽ വരുന്നത് മറ്റൊരു വ്യക്തിയുടെ പണമാണ്. എങ്ങനെയായാലും നിങ്ങൾ കാരണം കുറേ പേര് വ്യക്തികളും കൂടെ അവരുടെ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആത്മഹത്യയുടെ നിങ്ങൾ ചെയ്ത വഴിയിലേക്ക് എത്തിച്ചേരാൻ പോകണം. ഏറ്റവും വലിയ ചതിയാണിത്. എത്ര പ്രശ്നമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കടം കൊണ്ട് നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ് തെറ്റായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കുറേ പഴികളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കേട്ടേക്കാം, ഭീഷണിപ്പെടുത്തലും കേട്ടേക്കാം, ഒരുപാട് കരച്ചിൽ കേട്ടേക്കാം, പ്രാക്ക് കേട്ടേക്കാം. പക്ഷേ ഇവിടെ പിടിച്ചു നിൽക്കുകയും എന്ത് വില കൊടുത്തായാലും ഞാൻ ഈ കടത്തെ മാറ്റിയെടുത്ത് ഞാൻ ഒരു നാൾ തല ഉയർത്തി നിൽക്കുമെന്ന ഭാവനയാണ് കടം വീട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതായത് അയാൾക്ക് ആദ്യമായി വേണ്ടത് എങ്ങനെയായാലും ഞാൻ ഈ കടം വീട്ടും എന്നുള്ള ചിന്ത. കാര്യം അല്ലാതെ ഒരു ഒളിച്ചോട്ടം കൊണ്ടും ഇയാൾ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങളാണ്, പ്രതിസന്ധികളിൽ നിന്നുള്ള ഒളിച്ചോട്ടം. അയാൾ എവിടെ ചെന്നാലും അയാളെ പിടിമുറുക്കിക്കൊണ്ടിരിക്കും. മരണം എല്ലാത്തിൽ നിന്നുള്ളൊരു ശാശ്വതമായ മോചനമൊന്നുമില്ല. നമ്മൾ എന്താ പറയണ്ടേ, അയാളുടെ തലമുറകളോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് ബാധിച്ചു കൊണ്ടിരിക്കും. ഇയാൾ മരണപ്പെട്ട് നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അയാൾക്ക് അവിടെ പോലും സ്വസ്ഥത കിട്ടില്ല. കാരണം ഒരുപാട് പേരെ ചതിച്ചു കഴിഞ്ഞു ഇയാൾ. പക്ഷേ ഇയാൾ ഒന്ന് ഉറച്ചത്, ഇനി എനിക്ക് മുന്നിലൊരു വഴിയില്ല എന്ന് ഇയാൾക്ക് തോന്നുന്ന നിമിഷത്തിലാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ വേറൊരു അടവുണ്ട്. പണം എവിടെ നിന്നെങ്കിലും കടം മേടിക്കും.
കടം മേടിച്ച് ആരെങ്കിലും ചോദിച്ചു തന്നു കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചെന്ന് ഞാൻ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കയറി തൂങ്ങിച്ചാവും. ഇയാളെ ഭീഷണി, ഈ പണം ഇയാൾക്ക് അത്യാവശ്യമായിട്ട് കൊടുത്ത ആളിൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങളിനി ചോദിച്ചു വന്നാൽ ഞാൻ കയറി തൂങ്ങിച്ചാവും. ഇങ്ങനെ ഭീഷണി എടുത്ത് 1-2 വിജയിക്കുമ്പോൾ പലയിടത്തു നിന്ന് കടം മറിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഈ ആത്മഹത്യ കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ അങ്ങനെ വരും എന്നുള്ളത്, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തൂങ്ങിച്ചാവുമെന്ന് പേടിച്ചിട്ട് ഈ വരുന്ന ആള് എന്താ പറയണ്ട, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം പോലെ ഒരു ശാപത്തിനൊരു അട്രാക്ഷൻ ഉണ്ട്. ഇത് വച്ചിട്ട് ഈ കടം മേടിച്ചിട്ട് ഈ തിരിച്ചു കൊടുക്കാതെ ഉള്ളുരുകി പോകുന്ന മനുഷ്യനുണ്ട് എതിർഭാഗത്ത്. അയാൾ ശാപിക്കുന്ന ശാപം ഇയാളുടെ ഇയാൾ ഇങ്ങനെ ജീവിച്ചിരുന്നാലും അതൊക്കെ ഏറ്റുകൊണ്ടിരിക്കും. പകരം പറയേണ്ടത്, ഇനി ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു അണുവിൽ ജീവിതം ഉണ്ടെങ്കിൽ ഞാനിത് തിരികെ നിങ്ങൾക്ക് തരും എന്നൊരു കോൺഫിഡൻസിൻ്റെ വാക്ക് ആദ്യം കൊടുക്കണം. അതായത് ഏതൊരു കടമുണ്ടെങ്കിലും ഞാൻ അതിന് ഒളിച്ചോടുന്നില്ല, ഞാൻ അതിനെ നേരിടാൻ പോകുന്നു എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കടം വന്ന് കൂടുമ്പം നമ്മുടെ ആത്മവിശ്വാസം അങ്ങ് കുറഞ്ഞു തുടങ്ങുകയാണ്. അതായത് എല്ലാവരും ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരു പ്രശ്നത്തിൽ അങ്ങ് പെട്ടുപോകുന്ന പോലെ, അയ്യോ വീട്ടിൽ വന്ന് പറയുമ്പോൾ അവിടെ ചോദിക്കുന്നു ഇവിടെ ചോദിക്കുന്നു, ചിലർ ദേഷ്യപ്പെടും, ഭാര്യ ദേഷ്യപ്പെടും, നിങ്ങൾ എവിടെ നിന്ന് കടം വാങ്ങിച്ചു കൂട്ടി, അല്ലെങ്കിൽ ഭർത്താവ് ദേഷ്യപ്പെടും. ഇത് എല്ലാവരും ദേഷ്യപ്പെടുമ്പോൾ ഇയാൾ ആകെ കൂടി അങ്ങ് മനസ്സ് മരവിക്കുകയാണ്. പക്ഷേ ഇയാൾ ഒരു കാര്യം ചെയ്യണം, തനിക്ക് ഉള്ളിൽ തോന്നലുണ്ട് ഞാൻ ഈ കടം വീട്ടിയെടുക്കും. അപ്പോൾ അയാൾ ആദ്യം ചെയ്യേണ്ടത്, ചിലപ്പോൾ അതിൽ മേടിച്ചതിൽ ഒരു 2000 രൂപയോ 3000 രൂപയോ മാത്രമുള്ള ചെറിയ കടമുള്ള ആളുണ്ടാവും, ഏറ്റവും ചെറിയൊരു കടം. അത് അയാൾ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് എങ്ങനെയാലും സംഘടിപ്പിച്ച് അയാളെ കടം വീട്ടണം. ആദ്യത്തെ ഒരു കുഞ്ഞു കടം വീട്ടണം. അപ്പോൾ താൻ വിചാരിച്ച ഒരു ചെറിയ കടം വീട്ടാൻ പറ്റിയെങ്കിൽ പടിപ്പടിയായിട്ട് എനിക്ക് അടുത്ത കടം വീട്ടാൻ പറ്റും എന്നൊരു തോന്നൽ അയാളുടെ ഉണ്ടാകും. ഇതൊരു പോസിറ്റീവാണ്. നമുക്ക് ഈ എവിടെ നിന്നോ ഒരു അട്രാക്ഷൻ നമുക്ക് വരും. ഞാൻ ആ ചെറിയ കടം വീട്ടി, അയാളുടെ പ്രശ്നം ചോദിച്ചു, അത് സോൾവ് ആക്കി, ഇനി അടുത്ത കടം വീട്ടാം. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കടം വീട്ടാൻ ചെല്ലുമ്പം നമ്മൾ വട്ടിപ്പലിശയ്ക്ക് എടുത്തേക്കും. ഭയങ്കരമായ പലിശയ്ക്കായിരിക്കും അത് എടുത്തേക്കണം. ആ വട്ടിപ്പലിശയ്ക്ക് എടുത്തേക്കണ കടങ്ങളാണ് പിന്നീട് നമ്മൾ വീട്ടാൻ നിൽക്കേണ്ടത്. കാര്യം ബാങ്ക് പലിശയുടെയൊക്കെ 2-3 മടങ്ങായിരിക്കും. ഈ വട്ടിപ്പലിശയ്ക്ക് എടുത്തേണ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. പല മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കിപ്പോൾ 30,000 രൂപ സാലറി ഉള്ളൂ എന്ന് വെച്ചാൽ, ഞാൻ സപ്പോസ് പറയുന്നത് എത്രയാവട്ടെ, നമ്മളെ കടം ചിലപ്പോൾ ഇതിൻ്റെ 3-4 ഇരട്ടിയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യണം, ഈ കടം എങ്ങനെ വീട്ടും? നമ്മളുടെ ഇൻകം വർദ്ധിപ്പിക്കണം. നമ്മൾ ബാക്കിയുള്ളടത്ത് ചെന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്, ദൈവമേ എൻ്റെ കടം വീട്ടണേ. ഒരു 3 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. 3 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ എവിടെന്നെങ്കിലും പൈസ വരില്ല. പകരം ഇയാൾ നന്നായിട്ട് മനമുരുക്കി പ്രാർത്ഥിക്കുകയും ഈ 3 മണിക്കൂർ 2.5 മണിക്കൂർ ഈ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ഒരു അധ്വാനം എന്ത് തരത്തിലാട്ടെ, വീട്ടിൽ വന്ന് TV സീരിയൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇയാളുടെ സ്ഥിരം ഡ്യൂട്ടിക്ക് പുറമേ ഒരു ഡബിള് ജോലി ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ തന്നെ, എൻ്റെ ലൈഫിൽ കൂടെയൊക്കെ പലവട്ടം കടത്തിൻ്റെ അലയിലുകൾ കടന്നു പോയിട്ടുണ്ട്. ഇതെങ്ങനെ കവർ ചെയ്തത്? ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ കിട്ടുന്നത് 2-3 മണിക്കൂറാണ്. മാക്സിമം വർക്ക് ചെയ്തിട്ടാണ് ഇത് ഓവർകം ചെയ്യാൻ പറ്റുക. അല്ല വേറൊരിടത്തും ദൈവത്തിനെ പ്രാർത്ഥിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ശക്തീകരണം എന്നാണ്. കടം വീട്ടാൻ നമുക്ക് പറ്റും. അങ്ങ് എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചോളാം. ഈ കടം വരുത്തി അങ്ങല്ലല്ലോ, പതിയെ ഞാനുണ്ടാക്കിയ കടമല്ലേ. പലർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ 4ാമത്തെ സ്റ്റേജിൽ കടം എത്തുന്നവരെ ഒരാൾ കാത്തുകെട്ടിരിക്കുമ്പോഴാണ് അയാളെ ചുറ്റുപാട് കൂടുമ്പോൾ എല്ലാവരും പെട്ടെന്ന് തീർക്കണമെന്ന് പറയണത്. കടം പെട്ടെന്ന് തീർക്കാനുള്ള വ്യഗ്രത വരുന്നത്, ഒരു വ്യക്തി കടം തുടങ്ങി ആദ്യത്തെ EMI മുടങ്ങി, രണ്ടാമത് പിന്നെ അത് റോൾ ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് ഘട്ടത്തിലൂടെ എത്തിയിട്ടാണ് 4ാമത്തെ സ്റ്റേജിൽ എത്തണം എല്ലാവരും പിടിമുറുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആദ്യത്തെ സ്റ്റേജിൽ വെച്ച് അയാൾ ഓവറായിട്ട് കുറച്ചുകൂടി അയാളുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ EMI അയാൾക്ക് അടച്ച് ക്ലിയർ ചെയ്യാമായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ സംഭവിച്ചിട്ടില്ലാത്തവരെന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇച്ചിരി സമയമെടുത്ത് ഞാൻ ഈ കടം വീട്ടാൻ പറ്റുള്ളൂ എന്ന് ആദ്യമേ വിചാരിക്കണം. ഒരു സുപ്രഭാതത്തിൽ പറ്റില്ല, അത്രയും സമയം കൊണ്ടാണ് ഈ കടം ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതിനെ പതിയെ വീട്ടിൽ പോകാൻ, ആദ്യത്തെ കൂടിയ പലിശയ്ക്ക് ഉള്ള കാര്യങ്ങൾ വീട്ടിൽ പോകാൻ ശ്രമിക്കണം. അപ്പോൾ ചേട്ടാ ഇപ്പോൾ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ആളുകൾക്ക് കടം വരുന്നത് പല രീതിയിലാണല്ലോ. അപ്പോൾ ഈ ഓരോ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും കടമടച്ച് തീർക്കാനുള്ള രീതികൾ പറഞ്ഞല്ലോ. ഇപ്പം പറഞ്ഞതുപോലെ എങ്ങനെ അവർക്ക് ഒരു കടം അടച്ചു തീർക്കാം എന്ന് വെച്ചാൽ അവർ അവലംബിക്കേണ്ട രീതി എന്താണ്? പെട്ടെന്ന് അവർക്ക്
ഒരു ഈ കടം വന്നു, അതിന് ഏത് രീതിയിലുള്ള കടമാവട്ടെ അതിനെ എങ്ങനെ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇവര് കൈക്കൊള്ളേണ്ട രീതികൾ എന്തൊക്കെയാണ്? ലക്ഷ്മി ചോദിച്ചത് ഒരു വൈഡായിട്ടുള്ള ചോദ്യമാണ്. അതിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റില്ല, എങ്കിലും പറയാം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ കടം ഇടത്തരക്കാരിൽ വന്ന് കൂടുന്നത് ഏതെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ മേടിച്ച് കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് പ്രോഡക്റ്റുകൾ മേടിച്ച് അതിൻ്റെ EMIയിലൊക്കെയാണ് പൊതുവിൽ. അത് ബൈക്കാവാം, അത് വീട്ടിലുള്ള കുറച്ച് ഗൃഹോപകരണങ്ങളാവാം, അല്ലെങ്കിൽ തന്നെ അത്യാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ അവർ മേടിച്ചു വെച്ചൊക്കെയാണ്. അങ്ങനെയുള്ള കാര്യം വീട് വെച്ച് കടമാകുന്നത് വേറൊരു തലത്തിൽ. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലായിരിക്കും ഇവർക്ക് കടം വന്നേക്കണം. അപ്പോൾ കടം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവർ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ കടം എവിടെ നിന്നൊക്കെ ഉണ്ടായി, ഞാൻ എത്ര രൂപ തിരിച്ചടയ്ക്കാനുണ്ട്, ഇതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. ചിലയിടത്ത് ചോദിക്കും കടം എത്രയുണ്ട്, അത് ഒരു 4-5 ലക്ഷം രൂപയുടെ കടമുണ്ട്, തിരിച്ചടവ് തിരിച്ചടയ്ക്കണമെന്നില്ല. ഈ രീതിയിലാണ് അവർ പറയുന്നത്. അവർക്ക് തന്നെ അറിയില്ല അവർക്ക് എത്ര ശതമാനം ആണ് പലിശയുള്ളത്, അതിന് എത്ര രൂപ നമുക്ക് ഇപ്പോൾ കടം, അത് പലിശയും മുതലും എല്ലാം കൂടെ ചേർന്ന് എത്ര രൂപ കടമായി, ഈ മാസം എത്രയാണ്, അടുത്ത മാസം ഇത് എത്ര രൂപയായി മാറും, അതിൻ്റെ അടുത്ത മാസം എത്ര രൂപയായി മാറും, ഇതിൽ ഞാൻ ഇത്രയും പലിശ അടച്ചാൽ എത്രയായിട്ട് ചുരുങ്ങും, ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം. പലപ്പോഴും പലയിടത്തുള്ള കടങ്ങളെക്കുറിച്ച് ഇവർക്ക് ബോധ്യമില്ല. ചിലപ്പോൾ ഒരു EMI അടച്ചിട്ട് ചെറിയ EMI ആയിരിക്കും, ഡിഡക്ഷൻ ആയിരിക്കും. സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ പലതും ഡിഡക്ഷൻ ചെയ്തു പോകും. അവരുടെ അവസാനം അവർ നോക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല. കാരണം പലതിൻ്റെ EMI എടുത്ത് അതെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ പ്രോഡക്റ്റിന്, ചിലപ്പോൾ ഒരു തുണി മേടിച്ചായിരിക്കും, നമ്മുടെ വീട്ടിൽ നല്ലൊരു ഡ്രസ്സ് കണ്ടു അപ്പോൾ തന്നെ അതിനെ മേടിച്ചു EMI ഇട്ട്. ഇങ്ങനെ ഒരുപാട് EMI കാര്യത്തിലൂടെ അവർക്ക് പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ആദ്യം മനസ്സിലാക്കുന്നത് ഫുള്ളി 1 രൂപ അപ്പുറത്തെ ചന്ദ്രൻ ചേട്ടന് 100 രൂപ കൊടുക്കുകയാണെങ്കിൽ അതുവരെ ആദ്യം എഴുതി വെക്കണം. എന്നിട്ട് വീട്ടിൽ നോക്കണം, നമ്മൾ കുറേ പ്രോഡക്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഉപയോഗമില്ലായിരിക്കും. ചിലപ്പോൾ ഒരു ഹോം തിയേറ്റർ ആയിരിക്കും. ആദ്യം വാങ്ങിച്ചിട്ട് 2 പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചു, അത് തീർന്നു. 2 മുറിയിൽ TV ഇരിപ്പുണ്ട്, അതിൽ ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ളൂ, ഒരെണ്ണം വെറുതെ വെച്ചേക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യമില്ലാതെ ചില ഫർണിച്ചറുകളുണ്ട്, എവിടെ നിന്നെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടിട്ട് മുറി ശല്യമായിട്ടിട്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടാവുന്ന, നമുക്ക് അത്യാവശ്യമില്ല ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഹാൻഡായിട്ടുള്ള വിലയ്ക്കെങ്കിലും അത് കൊടുത്തൊഴിവാക്കി ഒരു ഫണ്ട്, അത് കളയാൻ വേണ്ടിയിട്ടല്ല, വീണ്ടും അത് ആ പണത്തെ നമ്മൾ അടച്ച്, ചെറിയ തുകയാണെങ്കിലും അതൊരു ചെറിയ 1 മാസത്തെ പലിശക്കെങ്കിലും രൂപമായിരിക്കും, അതിനെ അടച്ചു തീർക്കണം. രണ്ടാമത്, എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ ഒരു ത്വരയുള്ള ആൾക്കാരുണ്ട്. ഒരു കാര്യം കണ്ട ഉടനെ അത് മേടിക്കണം, അത് മേടിക്കണമെന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെയുള്ളവർ മാക്സിമം അത്, ഞാനൊരു സാധനം മേടിക്കാൻ ഉദ്ദേശിച്ചു, ഈ സാധനം ഞാൻ 6 മാസം കഴിഞ്ഞേ മേടിക്കുള്ളൂ, അതിനുള്ള പൈസ ഞാൻ കണ്ടെത്തുന്നു, ഡയറിയിൽ എഴുതി വെച്ചിട്ട് അവർ ചെയ്യണം. അല്ലെങ്കിൽ ഷോപ്പിൻ്റെ മുമ്പ് കൂടെ പോകുമ്പം ഇവർക്ക് അറിയാതെ കയറിയത് മേടിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ കാണുമ്പോൾ അത് മേടിക്കുക. അതിലൊരു ഐഡിയ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഷോപ്പിങ്ങിന് കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ആ ത്വര മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ മെയിൻലി കയറിയിട്ട് ഈ കാണുന്ന പ്രോഡക്റ്റ് അവർക്ക് വേണമെങ്കിൽ കാർട്ടിൽ ഇട്ടേക്കാം. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഇത് വാങ്ങിക്കുന്നില്ലല്ലോ, മറ്റേത് കാണുമ്പോഴും ഉടനെ തന്നെ ബൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് പോകുമ്പോഴാണ് നമ്മൾ അക്കൗണ്ടിലെ പൈസ അറിയാതെ പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യം എന്താന്ന് പറഞ്ഞാലേ, ഞാൻ ആദ്യം പറയും ഈ ഷോപ്പിംഗ് ആപ്പുകൾ കളയാൻ പറയും. അതാണ് കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. ചെയ്യേണ്ട ഒരു കാര്യം ഇത് ലക്ഷ്മി പറഞ്ഞ കറക്റ്റാണ്. അത് അങ്ങനെ കൂടുതൽ ത്വരയുള്ളവർക്ക് ചിലപ്പോൾ ആപ്പ് ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവർക്ക് പറ്റിയ ഒരു പരിപാടിയാണ് ഇതിങ്ങനെ കാർട്ടിൽ ഇട്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണണമെന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോഴോ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണ ടൈം അതിന് വേണ്ടിയിട്ട് പോകും. എങ്കിലും അതൊരു നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരി, അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ഈ 2 കാര്യത്തിൽ നമുക്ക് എടുത്തു. അപ്പോൾ ആ ത്വരയെ നമുക്ക് മതിയാക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കടം വീട്ടാൻ പോകുമ്പം നമുക്ക് ഈ കൂടിയ പലിശയുള്ളത്, കുറഞ്ഞ പലിശയുള്ളത്, ഇങ്ങനെ വ്യത്യസ്തമായ തലത്തിലായിരിക്കും പലിശ. നമ്മൾ ആദ്യം പറഞ്ഞു കൂടിയ പലിശയുള്ളത് അടച്ചു തീർക്കണമെന്ന്. അപ്പോൾ
ആ പലിശ ഇങ്ങനെ കൂടി നിൽക്കുന്നതിനെ നമുക്ക് കുറഞ്ഞ പലിശയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഓപ്ഷൻ കിട്ടിയാൽ അതിനെ മുതലാക്കുക എന്നുള്ളതാണ് അടുത്ത പദ്ധതി. അതായത് നമുക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബാങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിടക്കുന്നു, നമുക്കൊരു 8%, 7%, 6% ഇങ്ങനെ താഴ്ന്നുള്ള ലോൺ കിട്ടുമെങ്കിൽ, നല്ലൊരു തുക കിട്ടുമെങ്കിൽ, ഇവിടെ 10%, 20%നും നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മളെന്ത് ഈ ചെറിയ ലോൺ എടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ചെറിയ പലിശ നമുക്ക് അടച്ചാൽ മതി. അപ്പോൾ ഭാരം കുറഞ്ഞു കിട്ടും. അത് അടുത്തൊരു മെത്തേഡാണ്. പിന്നെ അടുത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥലം ഒക്കെ വിൽക്കാനുണ്ട്. ഈ പലിശയൊക്കെ കയറി വീടൊക്കെ നല്ലതുപോലെ വച്ചു, പക്ഷേ എന്ത് ചെയ്യും, അവസാനം എല്ലാവരും പറഞ്ഞ മോടി പിടിപ്പിക്കലെല്ലാം കഴിഞ്ഞപ്പം ലോണും വട്ടപ്പലിശയും എല്ലാം കൂടെ ആയിട്ട് വീട് മൊത്തത്തിൽ കടമായി. അപ്പം ഞാൻ പറയും, ഇനി നിങ്ങൾക്ക് മുന്നേ വേറെ മാർഗ്ഗമൊന്നുമില്ലെങ്കിൽ വീട് വിൽക്കാൻ പറയും. വീട് വിൽക്കാൻ പറയുമ്പം പ്രധാനപ്പെട്ട അവർക്ക് ചെയ്യേണ്ടത്, അവർക്ക് ആ വീട് വിൽക്കണം, അതും അവർ മുടക്കിയ തുക പൂർണ്ണമായിട്ട് കിട്ടണം. എന്നിട്ട് മാത്രമല്ല, അതിൽ കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല, കാര്യം അവർക്ക് പുതിയൊരു വീടും കൂടെ വയ്ക്കണം. കടവും തീർക്കണം, വീടും വയ്ക്കണം, പുതിയ വീടും വാങ്ങിക്കണം. മിക്കപ്പോഴും അത് നടക്കില്ല. അതും അതുപോലത്തെ പ്ലേസിൽ തന്നെ മേടിക്കണം. ഇതൊന്നും നടക്കില്ല. അതിനാദ്യം മനസ്സിനെ നിങ്ങളുടെ തെറ്റായ തീരുമാനം കൊണ്ടാണ് നിങ്ങൾക്കിത്ര കടം വന്നു ചേർന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ആ മനസ്സിനെ പരിഭവപ്പെടുത്തണം. നാലാൾക്ക് കാണുമ്പം എന്നെ പരിഹസിക്കില്ല, ഞാൻ ഇത്രയും വലിയ വീട്ടിൽ നിന്നിട്ട് ചെറിയ വീട്ടിലേക്ക് വരുമ്പോൾ കളിയാക്കില്ലേന്ന്. അതായത് ലക്ഷ്മിക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ വലിയ കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ ചെറിയ കാറിലേക്ക് ചുരുങ്ങിയ സന്ദർഭത്തിൽ പറഞ്ഞു, നിങ്ങൾ വലിയ കാർ ഉപയോഗിച്ചിട്ടുണ്ട്, ചെറിയ കാറിൽ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത് പ്രൈസ് കുറവാണ്, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഈ കുഞ്ഞു കാറ് മതിയായതുകൊണ്ടാണ് നമ്മൾ അന്ന്. മറ്റേതാണെങ്കിൽ വലിയ കാറാണ്, നമുക്ക് കൊണ്ടുനടക്കാൻ പ്രയാസകരമാണ്, അതിൻ്റെ മെയിൻ്റനൻസ് ഫീ ഒക്കെ വളരെ കൂടുതലായിരുന്നപ്പോൾ ഒരു കുഞ്ഞു കാറിൽ സമാധാനത്തോടു കൂടി സഞ്ചരിക്കാൻ നമ്മൾ പഠിച്ചു. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് തോന്നുന്നു, അയ്യോ ഇത്രയും സ്റ്റാൻഡേർഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് കീഴോട്ടോ വരാൻ തോന്നും, എന്ത് കുഴപ്പം, ഇതാരെ ബോധിപ്പിക്കാനാണ്? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ തെറ്റായ തീരുമാനം കൊണ്ട് കുറേ കടം വന്നു കൂടിയെങ്കിൽ അത് ചുരുക്കിക്കൊണ്ടുവരാൻ ഇത് മാർഗമാണ്. ചിലരങ്ങനെയല്ല, ഈ ഇത്രയും വീട് ചിലപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തായിരിക്കും വച്ചേക്കണത്, ആ ഗ്രാമപ്രദേശത്തിൻ്റെ സ്ഥല വാല്യൂവിനേക്കാളും കൂടിയൊരു വീടായിരിക്കും അവർ വച്ചേക്കണത്. പക്ഷേ അവിടെ ചെല്ലുമ്പം വീട്ടിന് അവിടെ മേടിക്കാൻ വരുന്ന പർച്ചേസിങ് പവറുള്ളവർ, കുറഞ്ഞ പവറിലുള്ളവർക്ക്, അവർക്ക് ആ ഒരു പൈസയ്ക്കേ മേടിക്കാൻ പറ്റില്ല. ഇവർ സിറ്റിയിൽ ചിലപ്പോൾ വെച്ചാൽ ഈ വീടിന് ഇരട്ടി വാല്യൂ കിട്ടുമെങ്കിൽ ഗ്രാമപ്രദേശത്ത് 1 കോടി രൂപയുടെ ഒരു വീട് വെച്ചാൽ ആ സ്ഥലത്തിനെല്ലാം കൂടെ ചേർന്ന് ഇത് കിട്ടില്ല. ഇത് കുറഞ്ഞു. അത് ഇരിക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും. പക്ഷെ ഇവര് വച്ചേക്കണ വീടിനനുസരിച്ച് ഇവർ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവസാനം വീട് വിൽപ്പന നടക്കില്ല. ജപ്തിയായി പോകുന്ന എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നോ. അതുകൊണ്ട് അങ്ങനെ വെക്കില്ല. കാര്യം ഞാൻ ഇത്രയും മുടക്കിപ്പോയി, അതൊന്നും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ മേടിച്ചിട്ട സ്ഥലത്ത് ചിലപ്പോൾ വാല്യൂ കുറയാം. മാക്സിമം എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ട് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യുക. അതിനെ ജപ്തിയായി പോയാലും വിൽക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ തീരുമാനത്തെ ഒഴിവാക്കാൻ പെട്ടെന്ന്, ചിലപ്പോൾ നമ്മൾ ഈ വിൽക്കാൻ അത്യാവശ്യപ്പെടുമ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ടുള്ള രീതിയിലായിരിക്കും ആൾക്കാർ വില കുറയ്ക്കുന്നത്. ഇതൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് കളയും. പക്ഷേ എത്രയും പെട്ടെന്ന് കിട്ടുന്ന തുകയ്ക്ക് അതിനെ വിറ്റ് അതിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നിന്നുകൊണ്ടൊരു വാടക വീട്ടിൽ നിന്നിട്ട് നമ്മൾ അധ്വാനിച്ച് നന്നായിട്ട് അടുത്തൊരു വീട് വെക്കുന്ന ഒരു 3-4 വർഷം കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന സ്വന്തമായിട്ട് മണ്ണ് മേടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക്. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ കടത്തിൽ നിന്ന് ഫ്രീ ആണ്. അപ്പോൾ ചേട്ടാ, ഈ വീടൊക്കെ വിറ്റ് ആൾക്കാർ കടം വീട്ടി എന്ന് വെച്ചോളൂ. ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ ഒരു വീട് വയ്ക്കും, ആ വീട് വിറ്റ് കടം വരുന്നതെല്ലാം വിറ്റ് അതങ്ങ് മാറ്റി, എന്നിട്ട് പുതിയൊരു എവിടെയെങ്കിലും ഒരു ചെറിയ വീട് വാങ്ങിക്കും, എന്നിട്ട് താമസമാവും. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് വീണ്ടും ഇതുപോലെ പഴയതുപോലെ കടം വന്ന് കയറി വീണ്ടും ചിലപ്പോൾ ആ വീടും വിറ്റിട്ട് അത് കഴിഞ്ഞ് വേറൊരു വീട് വാങ്ങിച്ച് അതിൻ്റെ ആ എമൗണ്ട് വെച്ചിട്ട് ചെറിയൊരു വീട് വാങ്ങിച്ച് വീണ്ടും മാറും. ഇങ്ങനെ വീണ്ടും വീണ്ടും കടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറാൻ, ഈ കടത്തിൽ നിന്ന് മോചിതരാവാനേ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇവർ വീണ്ടും വീണ്ടും ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ, അതെന്തുകൊണ്ടാണെന്ന്? തീർച്ചയായിട്ടും കടം എന്ന് പറയുന്ന ഒരു മനോഭാവം കൂടിയാണ്. കടം ഒരു മനോഭാവമാണ്. ചിലർ കടത്തെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. അതായത് ഈ വീട് വിറ്റ് ഇവരൊരു നമുക്കറിയാം കുറേ പണം കടമുണ്ട്, അവർ വീട് വിൽക്കും. വീട് വിറ്റിട്ട് ഈ കടത്തെ തീർക്കില്ല പൂർണ്ണമായിട്ടും. വിറ്റ് കാശ് കയ്യിൽ വരുമ്പം
അത്യാവശ്യമുള്ളതൊക്കെ അങ്ങ് തീർക്കും. പെട്ടെന്ന് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തേക്കാണ്. എന്നിട്ട് ചെറിയ കട ഇനി അത് തീർക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പണത്തെ എടുത്ത് വേറൊരു കാര്യത്തിന് വേണ്ടി വസൂലാക്കും. അതായത് ഇപ്പോൾ അയാൾക്ക് വീട് വിറ്റ് അത് ഞങ്ങൾ പുതിയ വീട് വയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണിക്കെ മുമ്പ് എന്ത് തെറ്റ് ചെയ്തോ വലിയ അവരെ കയ്യിൽ നിൽക്കാത്തൊരു വീട് വെച്ചു, അതുപോലെ മറ്റൊരു വീട് വയ്ക്കും. വീണ്ടും ലോണുകൾ കാര്യങ്ങളാവും. അപ്പോൾ വീണ്ടും അവിടെ കടം വരുന്നു, വീണ്ടും വിൽക്കുന്നു. അതിൽ കുറച്ച് കാശ് അവർക്ക് കളിക്കാനെടുക്കുക എന്നാണ് എന്നെ പറയേണ്ട വാക്ക്. അതിന് അവരെ അല്ലറ ചില്ലറ കാര്യങ്ങൾ നടത്തുന്നു, വീണ്ടും വിൽക്കുന്നു. ഈ ഒരു പാതയിൽ പോകുന്ന കടത്തെ ആകർഷിക്കുന്നവർക്ക് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റില്ല. കാര്യം ഒരു അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാതെ ഒരു കടം തീർത്ത് പൂർണ്ണമായി ഫ്രീ ആയിട്ട് ആ സമയത്ത് ചിലപ്പോൾ വാടക വീട്ടിൽ കിടക്കേണ്ടി വരും. കുഴപ്പമില്ല, അവരുടെ കയ്യിൽ ആ കാശ് വെച്ച് ഇനി എനിക്ക് കഴിഞ്ഞ തവണ പറ്റിപ്പോയ തെറ്റ് ആവർത്തിക്കാതെ ഞാനൊരു ലാൻഡ് മേടിക്കും, എന്നെക്കൊണ്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ എൻ്റെ കയ്യിലുള്ള തുക കൊണ്ട് കടങ്ങൾ എടുക്കാതെ ലോണുകളെ ആശ്രയിക്കാതെ ഞാൻ മുന്നോട്ട് കഴിഞ്ഞ ലോണാണ് എന്നെ കുടുക്കിയെങ്കിൽ ഇനി ഇത്തവണ ഞാൻ ലോൺ ആശ്രയിക്കുന്നില്ല. പകരം ഞാൻ അധ്വാനിച്ച് ഞാനൊരു EMI ചിട്ടി കെട്ടി അത് പിടിച്ച് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അയാളൊരു പരുവപ്പെട്ട മനസ്സിനുടമയായില്ലെങ്കിൽ ഈ കടത്തിൻ്റെ കളികൾ ഇയാൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഇവരെ നമ്മൾ എത്ര കട എങ്ങനെ ഒഴിവാക്കാമെന്ന് പറയുന്ന എത്ര പാഠം പഠിപ്പിച്ചാലും ഇതിൻ്റെ അടിയിൽ വേണമെങ്കിലും വന്നു അയ്യോ കടം കൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയെ, കടം വന്ന് മൂടിപ്പോയേ. കാര്യം ഇതിൽ നിന്ന് ഈ പാഠങ്ങളിൽ നിന്നൊന്നും ഇവർ പഠിക്കുന്നില്ലല്ലോ. എങ്ങനെയാണ്, എത്ര കടമുണ്ട്, എങ്ങനെ കടം വരുന്നു, വീണ്ടും വീണ്ടും വരുന്ന കടങ്ങളെ കുറിച്ചൊന്നും ഇവർ ബോധർ ചെയ്യുന്നില്ല. എത്ര കടം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇവർക്കൊരു ഐഡിയ ഇല്ല. അതാണ് വീണ്ടും വീണ്ടും കടം ഉണ്ടാകുന്നതിന്, കടം കൂടി വരുന്നതിനും കാരണമെന്ന് തോന്നുന്നു. അത് അപ്പോൾ തന്നെ അടച്ചു തീർക്കാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നില്ല. അതിന് പകരമായിട്ട് വീണ്ടും വേറൊരു കടം എടുക്കുന്നു. അപ്പോൾ ആ മറ്റേ കടം അവിടെ തന്നെ സ്റ്റിൽ ഇപ്പോഴും എക്സിസ്റ്റ് ആണ്. അതിനുശേഷം അടുത്തൊരു കടം എടുക്കുന്നു, അതും അടയ്ക്കാതെ അങ്ങനെ വിട്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ആർഭാടപരമായിട്ടുള്ള ജീവിതത്തിനായിരുന്നാലും എല്ലാത്തിനും അവരിങ്ങനെ കടം മറിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നവര്. അതെ, അതിലൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ കടം വീട്ടണമെന്ന് പറയുമ്പം നമ്മൾ ചെലവ് ചുരുക്കൽ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ചെലവ് ചുരുക്കണം. മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യപിക്കുന്ന കാര്യത്തിൽ ചെലവ് ചുരുക്കണം. പിറന്നാൾ ആഘോഷങ്ങൾ, ദൂര യാത്രകൾ, ആഘോഷങ്ങൾ എല്ലാം നമുക്ക് ഈ സമയത്ത് വെടിയേണ്ടി വരും. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന പല ഘടകങ്ങളും ഈ സമയത്ത് ഒഴിവാക്കേണ്ടി വരും. പക്ഷേ ഇത് ചെയ്യാൻ പഠിച്ചിട്ട് പറയും ജീവിതം ഒന്നല്ലേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ഈ പ്രായത്തിൽ അത് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് വീണ്ടും കടം മറിച്ച് ആഘോഷിച്ച് കുടിച്ച് തിമിർത്തൊക്കെ നടക്കുന്നവർക്ക് ഒരിക്കലും അവരുടെ മുന്നിൽ നിന്ന് കടമെന്ന് പറയുന്നത് അവർ എവിടെ നിന്നോ വന്ന് വീഴുന്ന ഒരു പണം, ആരോ ഒരു രക്ഷകൻ എവിടെ നിന്നോ പൈസയായിട്ട് ഇവർക്ക് വേണ്ടി വരുമെന്ന്. അത് ചിലപ്പോൾ 99% അത് പകൽക്കിനാവായിട്ടിരിക്കും. ഇനിയൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ആരോ കുറച്ച് പൈസ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് വെച്ചോ, ഒരു അമ്മാവൻ മരുമോൻ്റെ ഈ സ്വഭാവമൊക്കെ കണ്ടപ്പോൾ ഇത്രയും നാളും സ്വത്തൊന്നും കൊടുക്കുന്നില്ല, ഇനി നീ ഇപ്പോൾ നശിപ്പിച്ച് കളയും, കുട്ടിയൊക്കെ കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനൊരു അവസ്ഥ കണ്ടപ്പോൾ ഇവന് കുറേ പൈസ കൊടുത്ത് സഹായിക്കാമെന്ന് വിചാരിക്കുകയാണ്. വസ്തുവൊക്കെ വിറ്റുകൊണ്ടൊന്ന് കൊടുക്കുകയാണ്. ഈ കിട്ടുന്ന പൈസ ഇവൻ എന്ത് ചെയ്തു, ഒരു കട അടച്ചിട്ട് ബാക്കി തുക എടുത്ത് വീണ്ടും കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ പറയേണ്ട കാര്യങ്ങളും അവിടെ വർക്കാവില്ല. പകരം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഈ കടം എങ്ങനെയെങ്കിലും വീട്ടിയെടുത്തേ പറ്റുള്ളൂ. ഈ കടമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം കൂടെ ഒരാൾക്ക് വേണം. ഞാൻ കടമായിപ്പോയി എൻ്റെ ലൈഫൊന്നും കടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ദാരിദ്ര്യം ഒഴിഞ്ഞു കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. നിങ്ങളെപ്പോഴും കടത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഈ സമ്പന്നം, ഞാൻ എങ്ങനെ സമ്പന്നമായി മാറും, എൻ്റെ ലൈഫ് നന്നായി മാറും, അതിനുവേണ്ടി ഞാൻ എത്ര അധ്വാനിക്കണം, എൻ്റെ ഇപ്പോഴത്തെ ഡെറ്റുകളെ ഞാൻ എങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അയാൾ ചിന്തിക്കേണ്ടത്. കടത്തെ ഞാൻ മറികടക്കും എന്നുള്ള ചിന്ത അപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എനിക്ക് പണം സമ്പാദിക്കണം എന്നുള്ള ചിന്തകളിലേക്ക് പോകണം. ചുറ്റും പ്രളയം പോലെ പെരുകുന്ന കടത്തിനെ അയാൾ അങ്ങ് തലകുമ്പിട്ടിരുന്നു പോകും എൻ്റെ മുന്നിൽ. പുതിയ മാർഗങ്ങൾ അന്വേഷിക്കാൻ അയാൾക്ക് അതിൽ നിന്ന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി വരും. അതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ കടബാധ്യതകളുടെ കുറേ ഏരിയകൾ നമുക്ക് എങ്ങനെ കവർ ചെയ്യാമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കി കാണണം. ഇനി അടുത്ത് നമ്മൾ ക്രെഡിറ്റ് കാർഡുകളുടെയും മറ്റു ഉപയോഗം പൂർണ്ണമായിട്ട്
മതിയാക്കുക. കാര്യം ഇനി ക്രെഡിറ്റുകളെ നമ്മുടെ ലൈഫിൽ വേണ്ട. ചിലപ്പോൾ കോൾ വിളിച്ചിട്ട് ചിലരൊക്കെ സാർ ലോൺ വേണോ, വേണ്ട കുഞ്ഞെ നീ കൈവച്ചോ, ക്രെഡിറ്റ് ആയിട്ട് ഇത് വേണോ, വേണ്ട കുഞ്ഞെ നീ കൈവച്ചോ എന്ന് പറയാനുള്ള മനസ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോൺ നേട്ടാൽ അപ്പോൾ തന്നെ ഒപ്പിട്ട് കൊടുക്കുന്ന മനസ്ഥിതിയിലേക്ക് പോകാതിരിക്കുക. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ കടം കുറഞ്ഞു വരുന്നതിൽ ആഹ്ലാദിക്കുക എന്നുള്ളതാണ്. ഓരോ കടം നിങ്ങൾ ഇന്ന് ഇത്രയും കടം വീട്ടുകാരുടെ സംസാരിക്കും, നമുക്ക് ഇത്രയും ദിവസം കൊണ്ട് ഈ കടം നമുക്ക് ഒത്തൊരുമിച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു വൈഫിന് ജോലി ഇല്ലെങ്കിൽ അവളെയും കൂടെ ജോലിക്ക് പ്രേരിപ്പിക്കുക, അവൾക്കൊരു ജോലി ഒപ്പിച്ചു കൊടുക്കുക. അതായത് അവളും കൂടെ ഒരു ചെറിയ ഇൻകത്തിൻ്റെ പാർട്ടാവും. അപ്പോൾ രണ്ടുപേരും കൂടെ അധ്വാനിച്ച് മുന്നോട്ടിട്ട് ഒരു കടം തീർക്കും. നമ്മൾ ഈ 6 മാസം കൊണ്ട് ഈ ചെറിയ കടം തീർക്കുമെന്ന് പറഞ്ഞിട്ട് ആ ദിവസം ചെറിയൊരു മധുരമൊക്കെ കൊടുത്ത് നിങ്ങൾ കൈകൊട്ടി ആഹ്ലാദിക്കുക. എന്നിട്ട് പറയും നമ്മൾ രണ്ടുപേരും വിചാരിച്ചപ്പോൾ ഇത് നടന്നു, ഇനി നമുക്ക് ഇനിയും പറ്റും എന്ന് പറഞ്ഞാൽ അടുത്ത് ഓരോ ചുവടുകളെയും നിങ്ങളെ തന്നെ അഭിനന്ദിച്ച് മുന്നോട്ട് പോവുക. ഇത് വലിയ പരമപ്രദം. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് ഒരുപാട് പേര് നമ്മളെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തിയൊക്കെ വരും കടത്തിൻ്റെ വോളിയം കൂടുന്നതനുസരിച്ച്. പക്ഷെ അതിൽ പതറിപ്പോകാതിരിക്കാനുള്ളൊരു മനസ്ഥിതിയും ഈ ഒരു അളവിൽ നമ്മൾ കൈവരിച്ചിരിക്കണം. കാര്യം ഇത് നമ്മളായിട്ട് സൃഷ്ടിച്ച ഒരു കടമാണ്, ഇത് മറ്റുള്ളവരുടെ ധനമാണ്, ഇത് ഞാൻ തീർത്തെടുക്കേണ്ട ഒരു ആവശ്യമാണ് എന്നുള്ള എല്ലാം ഒരു ചിന്തകളിലൂടെ മാത്രമേ നമുക്ക് കടമെന്ന് പറയുന്ന ഈ കനത്തെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളിരുന്ന് ജപിച്ചുകൊണ്ട്, അസ്ട്രോളജിയും കൂടെ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ വാക്കുകളെ ആ രീതിയിലും കൂടെ പറഞ്ഞേ പറ്റുള്ളൂ. ഒരു ജപം ജപിച്ചുകൊണ്ടിരുന്നാൽ ചില ലോ ഓഫ് അട്രാക്ഷൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എപ്പോഴും ധനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ധനം വരും എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ആ വീഡിയോ ചെയ്യുന്ന ആളെന്ത് ചെയ്യുന്നറിയുമോ, ഈ വീഡിയോ ഇട്ടിട്ടാണ് അതിൽ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നത്. അയാൾ മൂലയ്ക്കിരുന്ന് ധനം ധനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല, അയാൾ വീഡിയോ ഇട്ടിട്ടാണ് പൈസ ഉണ്ടാക്കിയത്. കർമ്മം കർമ്മം കർമ്മം, ഇതാണ് നമ്മുടെ മന്ത്രം. നമുക്ക് എന്ത് കാര്യത്തിലും നേടിയെടുക്കാനുള്ളത് നമ്മുടെ കർമ്മത്തിലൂടെയാണ്. കർമ്മഫലമേ ഈശ്വരൻ തരും, അത്രയേ ഉള്ളൂ. അതിനെ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യർത്ഥമായ ജപങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജപം ഒരു നാരായണ ഹൃദയങ്ങളിൽ എത്തിച്ചേരില്ല. കർമ്മം ചെയ്യാനാണ് ഭൂമിയിലേക്ക് മനുഷ്യനെ ഇട്ടയ്ക്കുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ എന്താണ്, നമുക്ക് ഒരാളെ രക്ഷിക്കണം. നമ്മളൊരു കടം വീട്ടുമ്പോൾ എവിടെയോ പ്രതിസന്ധിയിലായി പോകാവുന്ന ഒരു മനുഷ്യനെയും കൂടെയാണ് നമ്മൾ രക്ഷിക്കുന്നത്. മനസ്സിലാക്കണം, നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. ഈ പണം തിരികെ ചെല്ലുമ്പോൾ ഒരു വ്യക്തിയുടെ നീ എന്നാലും ഇത്രയും വൈകിയാലും നീ തന്ന് തീർത്തല്ലോ, നന്ദി എന്നായിരിക്കും അയാൾ മനസ്സുണ്ട്. അവന് ഇതൊക്കെ ആണെങ്കിലും എൻ്റെ പൈസ, ആ ബ്ലെസ്സിങ്ങും കൂടെ ഈ വ്യക്തിക്ക് കിട്ടും. ഇത് മുന്നിൽ വച്ചിട്ട് വേണം ഒരാൾ തങ്ങളുടെ കടത്തെ വീട്ടാൻ ഇറങ്ങിത്തിരിക്കാൻ. ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശമുള്ള ഓരോരുത്തരുടെയും കടത്തിൻ്റെ രീതി വ്യത്യാസമാണെങ്കിലും ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഒരാൾ സമീപിക്കുന്നതെങ്കിൽ അധികം വൈകാതെ അയാൾക്ക് ഓരോ ചുവടുകളിലായിട്ട് വിജയിച്ച് വരാൻ പറ്റും. കടം മാറ്റാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം അതിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കടം എങ്ങനെ വീട്ടാം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ കടത്തിൽ നിന്ന് എങ്ങനെ മോചിതരാവാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ലോകത്തിലുള്ള ഏത് മണി മാനേജ്മെൻറ്റ് പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിലും ഏതെങ്കിലും സാമ്പത്തിക വിദഗ്ധനോട് സംസാരിക്കുകയാണെങ്കിലും അവരെല്ലാം പറഞ്ഞു തരുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് അവരും നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കടത്തിൽ നിന്ന് തീർച്ചയായിട്ടും മോചനം കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, മാക്സിമം കടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഏത് മേഖലയിലോട്ട് ചാടുമ്പോഴാണ് കടം ഉണ്ടാവുന്നത്, ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങളുടെ സ്വന്തം RJ ലക്ഷ്മി, RJ അയ്യർ. നമസ്കാരം. നമസ്കാരം.